എടാ സ്വിഗ്ഗിയിൽ നോക്കിയിട്ട് ഫുഡ് ഈ സമയത്ത് അവൈലബിൾ അല്ല. എന്ത് ചെയ്യാം? ഇവിടെ ഉണ്ടല്ലേ? ഫ്രിഡ്ജിൽ ദോശ മാവുണ്ട്. ദോശ മതിയോ? വേറെ മുട്ടയുണ്ടോ? ഓംലെറ്റ്, ബുൾസൈ സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്താലേ? സ്പെഷ്യൽ എന്താ ചെയ്യാ? ബ്രോസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ട്രൈ നോക്കാം. ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ നേരെ കടയിൽ പോയി കഴിക്കാം. ബാക്കി സാധനം വെച്ചിട്ടാ എന്നാ ടൈം വേണ്ട. അപ്പോ നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വണ്ടിയിൽ ഉരുണ്ടുരുണ്ട് ഞങ്ങൾ പോകുന്നത് ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. യൂട്യൂബ് പറഞ്ഞതും ആര്യ പറഞ്ഞതും ഞങ്ങൾ കൂടെ പറഞ്ഞതും ചേർത്ത് എന്തൊക്കെയോ സാധനങ്ങൾ വാട്സപ്പിൽ ലിസ്റ്റ് ഉണ്ടാക്കി അതൊക്കെ വാങ്ങാനുള്ള പരിപാടിയിലാണ്. ഏറ്റവും വലിയ കഷ്ടം എന്തെന്നാൽ 5 ഐറ്റം സാധനം എടുക്കാൻ 5 മണിക്കൂർ ഒരു 10,000 സാധനങ്ങൾ കണ്ടു തീർക്കണം എന്നതാണ്. യൂട്യൂബ് വീഡിയോസ് കണ്ട് ബ്രോസ്റ്റഡ് കഴിക്കാൻ കൊതി തോന്നി ഞങ്ങളും പോയി ഒരു ചത്ത കോഴി അങ്ങ് വാങ്ങിയ കോഴിയെ കുളിപ്പിച്ച് മെനയാക്കി എടുക്കാൻ തന്നെ 8-10 പാത്രം വെള്ളം വേണ്ടി വന്നു. ഞെക്കി പിഴിഞ്ഞ് വെള്ളവും കളഞ്ഞ് മസാല പിടിക്കാൻ 5-6 കുത്തും കൊടുത്ത് അതിനെ മാറ്റിവെച്ചു. കത്തി ഇറക്കി പാലിനെ ബട്ടർ മിൽക്കാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി പാലിൽ വിനീഗർ ഒഴിച്ച് അത് ബട്ടർ മിൽക്കാക്കാൻ 10 മിനിറ്റ് മാറ്റിവെച്ചു. ആ 10 മിനിറ്റ് നേരം പോക്കിനായി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തല്ലി ചതച്ച് ആവശ്യമാക്കി. എന്നിട്ട് ആ ബട്ടർ മിൽക്കിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, സോഡാപ്പൊടി, വിനീഗർ, ഉപ്പ് എന്നിവ ചേർത്ത് ചിക്കനും കൂട്ടി ഇളക്കി മറിച്ച് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ട് സമാധി വയ്ക്കാം. സമാധി എവിടെയോ എന്തോ ഒരു തകരാറ്. ആര്യയുടെ വായിന്ന് വെള്ളം വരുന്നു. വിശപ്പും കടിച്ചു പിടിച്ച് 3 മണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ ഒന്ന് സെറ്റായി വരുമ്പോൾ അതിനെ മുക്കിയെടുക്കാൻ ബാറ്റർ റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ 1.5 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, ഒരു കോഴിമുട്ടയും, കുറച്ച് ഗാർലിക് പേസ്റ്റും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് തണുത്ത വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. യൂട്യൂബിലെ ചേച്ചി തണുത്ത വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്തത്. ശരിക്കും ഇതിന്റെ പിന്നിലെ ഗുഡൻസ് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. പിന്നെ ഇതിന്റെ കൂടെ മറ്റൊരു പാത്രത്തിൽ 2 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർന്ന ഒരു മിക്സ് പൊടി കൂടി റെഡിയാക്കി വെക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഗ്യാസ് കത്തിച്ച് അതിലൊരു ഫ്രൈയിങ് പാനും വെച്ച് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും എടുത്ത് ചൂടാക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞ് അതിലേക്ക് നമ്മുടെ കഥാനായകനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കി മിക്സ് പൊടിയും കോട്ട് ചെയ്ത് അങ്ങോട്ട് ഫ്രൈ ചെയ്യാനിടാം.
ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. ബ്രോസ്റ്റിന്റെ കൂടെ മയണൈസ് ആണ് പൊളി കോമ്പിനേഷൻ. സോ നമുക്ക് അതും കൂടെ ഉണ്ടാക്കാം. സംഭവം മയണൈസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. 2 എഗ് വൈറ്റും 2 അല്ലി വെളുത്തുള്ളിയും 1 സ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും 1 നുള്ള പഞ്ചസാരയും ചെറിയ ജാറിലെടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് മിക്സിയിൽ പൾസ് ബട്ടണിൽ അടിക്കണം. ഇടയ്ക്കിടയ്ക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുത്താൽ നല്ല കിടില മയണൈസ് കിട്ടും. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. അടിപൊളി. ഇങ്ങനെ കോഴിയെ തിന്നാൻ ഇവൻ ആരാ? കുറുക്കനോ? എന്നും ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. இந்த கோழியை பார்த்தாலே தெரியும், நல்ல டேஸ்ட். കൊള്ളാം, എവനാള് കൊള്ളാം.